ക്ലാസ് തുടങ്ങിയോ? തുടങ്ങിയില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്തേ സാർ. സാർ കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. 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 നമസ്കാരം സാർ. നമുക്ക് ആരംഭിക്കാം. തേജസ്വിനാവധീരമസ്തു എല്ലാ പഠിതാക്കളും സാറിനും തുടങ്ങി. ഏകാദശ സ്കന്ധം 6-ാം അധ്യായം. ഇനി 28 അല്ലേ? അതെ സാർ. ശ്രീശുക ഉവാച സംസ്കൃതോ ഭഗവാനിത്തം വിബുധൈ പത്മജാതിഭേ പദ്മന്ത്യാഹര ആഹതന്താജൻ മായാമനുജ ഈശ്വര. സംസ്തുതോ ഭഗവാൻ യുദ്ധം. ഇങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ ബ്രഹ്മദേവൻ, ദേവന്മാരാൽ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ, സംസ്തുതോ ഭഗവാൻ സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ യുദ്ധം ഇങ്ങനെ വിബുധൈ പത്മജാതിഭി. വിബുധന്മാർ ദേവന്മാർ, പത്മജൻ ബ്രഹ്മാവ്, പത്മജാതിഭി വിബുധി ബ്രഹ്മമുഖ്യന്മാരായ ദേവന്മാരാൽ ഇങ്ങനെ സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ പ്രതിനന്ദ്യ ആഹ താൻ സന്തോഷിച്ചിട്ട് താൻ അവരോട് ആഹ പറഞ്ഞു. അവരെ അഭിനന്ദിച്ചിട്ട് അവരോട് പറഞ്ഞു, ഹേ രാജൻ, മായാമനുജ ഈശ്വര, മായാമനുഷ്യനായ ഈശ്വരൻ സന്തോഷിച്ചിട്ട് അവരോട് പറഞ്ഞു. ഇതുവരെ നമ്മൾ കേട്ടത് ഭഗവാനെ സ്തുതിച്ച സ്തുതിയായിരുന്നു. ആ സ്തുതി കഴിഞ്ഞിട്ട് ശ്രീശുകൻ പറഞ്ഞു, ഇങ്ങനെ സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അടുത്ത ശ്ലോകം മുതലാണ് പറയുന്നത്. സംസ്തുതോ ഭഗവാനിത്തം വിബുധൈ പത്മജാതിഭേ പ്രജ്ഞാഹതന്താജന്മായാമനുജീശ്വര. സംസ്തുതോ ഭഗവാനിത്തം വിബുധൈ പത്മജാതിഭേ പ്രജ്ഞാഹരാജൻ താൻ യാമനുജീശ്വര. ശ്രീ ഭഗവാനുവാച അവധാരിതമേതന്മേ യഥാർത്ഥ വിബുധേശ്വര കൃതം കാര്യമഖിലം ഭൂമേ ആരോപധാരിത. അവധാരിതം ഏതത് മേ, ഇക്കാര്യം എനിക്ക് അറിവുള്ളതാണ്. അവധാരിതം ഞാൻ ധരിക്കപ്പെട്ടിരിക്കുന്നു. ഏതത് ഇക്കാര്യം മേ എനിക്ക്. യത് ആത്മ നിങ്ങൾ യാതെന്നാണോ പറഞ്ഞത്, ഹേ വിബുധേശ്വര, ദേവന്മാരുടെ ഈശ്വരനായ ശ്രേഷ്ഠനായ ഹേ ബ്രഹ്മാവേ, അങ്ങേ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിവുള്ളതാണ്, മറന്നുപോയതല്ല. ഞാൻ എന്തിനാണ് ഭൂമിയിൽ വന്നത് എനിക്ക് നല്ല ബോധമുണ്ട്. അതൊക്കെ പൂർത്തിയായാൽ തിരിച്ച് ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കൃതം വക്കാര്യം അഖിലം, നിങ്ങളുടെ കാര്യം മുഴുവൻ ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്താവശ്യത്തിനാണോ നിങ്ങൾ എന്നെ ഭൂമിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്, അത് പൂർണ്ണമായി കഴിഞ്ഞു. കൃതം വക്കാര്യം അഖിലം,
ഭൂമി ഭാരോ അവതാരിത, ഭൂമിയുടെ ഭാരം ഇറക്കി വെച്ചിരിക്കുന്നു. അവതരിക്കാതെ ഇറങ്ങി വരികയാണ്. ഭൂമിയുടെ ഭാരം കുറേ ഒതുക്കി ഇറക്കി വെച്ചിരിക്കുന്നു. ഇപ്പം താങ്ങാനാകുന്ന ഭാരം മാത്രമേ ഭൂമിക്കുള്ളൂ. ബാക്കിയെല്ലാം അധികമായതെല്ലാം ഞാൻ വെട്ടി മാറ്റി കളഞ്ഞിരിക്കുന്നു. ഇതായിരുന്നു എന്റെ കൃത്യം. അത് പൂർണ്ണമായി. അവധാരിതമേതൻ. സാറേ 28ാമത്തെ ശ്ലോകം ഇല്ലേ സാർ? ഇപ്പൊ സംസ്തുതോ ഭഗവാനിത്തം ഇല്ലേ? ഇല്ല, അത് ഗുരുവായൂരിന്റെ പുസ്തകത്തില്ല. അത് ശരി, അത് വേണ്ടതാണല്ലോ. ഞാൻ ഇതിനകത്തിട്ടേക്കാം, പിന്നെ എഴുതിയെടുത്താൽ. ചില പുസ്തകത്തിൽ കാണുകയെന്ന് എനിക്ക് തോന്നിയത് സംസ്കൃതോ ഭഗവാനിത്തം വിബുധൈ പത്മജാവിധി പ്രനന്ദ്യാഹതൻ രാജൻ മായാമനു ഈശ്വര. അവര് ഇടയ്ക്ക് ശ്രീശുഖൻ പറയുന്ന ഒരു വരിയാണ്. അതുകൊണ്ടായിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ പുതിയ പുതിയ പുസ്തകങ്ങൾ വന്നപ്പം വിട്ടുപോയതായിരിക്കാം അത് തോന്നുന്നു. എന്തായാലും അതുകൂടെ വേണം. ഇല്ലാത്തവർക്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ആ ഒരു ശ്ലോകം നിങ്ങൾ നോക്കി എഴുതിയെടുത്താൽ മതി. അല്ല ഉള്ള പുസ്തകം നോക്കി എഴുതിയെടുത്താൽ മതി, കുഴപ്പമില്ല. അവധാരിതമേതന്നെ യഥാർത്ഥ വിബുധേശ്വരാകൃതം വക്കാര്യമഖിലം ഭൂമേർഭാരോവതാരിതാം. അവധാരിതമേതന്നെ യഥാർത്ഥ വിബുധേശ്വരാകൃതം വക്കാര്യമഖിലം ഭൂമേർഭാരോവതാരിതാം. തദിദം യാദവകുലം വീര്യശൗര്യശ്രിയോദ്ധതം ലോകം ജഘൃക്ഷത്തിരുദ്ധം മേ വേദേവ മഹാത്മവാം. തത് ഇതം യാദവകുലം. അതുകൊണ്ട് ഈ യാദവകുലത്തെ വീര്യ ശൗര്യ ശ്രിയാ ഉദ്ധതം, വീര്യം കൊണ്ടും ശൗര്യം കൊണ്ടും ശ്രീ കൊണ്ടും അഹങ്കാരികളായ യാദവകുലത്തെ, ഉദ്ധതം അഹങ്കാരികൾ, വീര്യം കൊണ്ടുദ്ധതം, ശൗര്യം കൊണ്ടുദ്ധതം, ശ്രീ കൊണ്ടുദ്ധതം, വീര്യ ശൗര്യ ശ്രിയ ഉദ്ധതം. യാദവകുലത്തിലെ വീരശൂര പരാക്രമികൾ ധാരാളം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ഭയമില്ലാതെ യുദ്ധം ചെയ്യാൻ കൽപ്പുള്ളവരായിരുന്നു അവർ. ശൗര്യമുള്ളവരാണ്, സമ്പത്തുള്ളവരാണ്, മറ്റാർക്കും കീഴ്പ്പെടുത്താനാകാത്തവരാണ്. ഇങ്ങനെയുള്ള ഈ യാദവകുലത്തെ ലോകം ജിഘൃക്ഷത്, ലോകത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ലോകം ജിഘൃക്ഷത്, തന്തുമിച്ഛയാണ് ജിഘൃക്ഷ, നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. രുദ്ധം മേ, രുദ്ധത്തെ തടയപ്പെട്ടിരിക്കുന്നു. മേ എന്റെ വേലയായിവ മഹാത്മവ. വേല എന്ന് വെച്ചാൽ തീരം എന്നാണ്, കര എന്നർത്ഥം. പുഴയുടെ തീരത്തിലെ കര, സമുദ്രത്തിന്റെ തീരം, പുഴയുടെ തീരം, എനിക്ക് വേലം എന്നാ പറയുക. വേലയായിവ മഹാത്മവ, മഹത്തായ സമുദ്രം അതിന്റെ കരയാൽ എന്ന പോലെ തടുക്കപ്പെട്ടിരിക്കുന്നു. കരയില്ലെങ്കിൽ സമുദ്രം ലോകത്തെ നശിപ്പിക്കുമല്ലോ. അതുപോലെ എന്റെ തടസ്സമില്ലായിരുന്നെങ്കിൽ ഇവർ ഈ ലോകത്തെ നശിപ്പിക്കുമായിരുന്നു, ഉറപ്പാണ്. യാദവ കുലത്തിന്റെ മാഹാത്മ്യം അഹങ്കാരമായി പരിണമിച്ചു. ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ കുലത്തിൽ ഉണ്ടെന്നൊരു അഭിമാനം, ധാരാളം സമ്പത്തുണ്ട്, ആരെയും പിടിക്കേണ്ട, വീരശൂര പരാക്രമികളാണ്. ഇങ്ങനെയുള്ള തങ്ങളുടെ ഈ കഴിവ് കൊണ്ട് അവർ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പുറപ്പെടുമായിരുന്നു. ഞാനെന്ന ഒരു കരയുള്ളത് കൊണ്ട്, തീരമുള്ളത് കൊണ്ട് ആ തിരമാല അടിച്ചാലും ഇത് താങ്ങി നിൽക്കും, കരക്കോട്ട് കയറി വരില്ല. അങ്ങനെയുള്ള ആ യാദവ കുലത്തെ കൂടി ഉന്മൂലനം ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ. അതിനല്പ താമസം ഉണ്ടാകും. വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരാനുള്ള താമസം എന്താണ് എന്ന് ഇവിടെ സൂചിപ്പിക്കാറ്. പോറായില്ലേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ കാര്യം സാധിച്ചു പോകേണ്ടതാണ്. ഇതിനുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ഇതിനുമ്പോൾ ഓരോ തരത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇതിൽ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയേണ്ടി വന്നത്. അത് യാദവ കുലത്തെ കൂടി ഒന്ന് ഉന്മൂലനം ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ. ഞാനെന്ന ഈ വേരം തീരം ഉള്ളത് കൊണ്ടാണ്
ഈ സമുദ്രം കരകയറി എല്ലാവരെയും നശിപ്പിക്കാത്തത് ഇവരുടെ അഹങ്കാരം കൂടി ഇല്ലതാക്കാം. തദിതം യാദവകുലം വീരശൗര്യശ്രിയോത്ഥതം ലോകം ജഘൃക്ഷദൃദ്ധം മേ വേലേവ മഹാത്മവാം. തദിതം യാദവകുലം വീരശൗര്യശ്രിയോത്ഥതം ലോകം ജഘൃക്ഷദൃദ്ധം മേ വേലേവ മഹാത്മവാം. യദ്യസംഹൃത്യ ദത്താനാം യദൂനാം വിപുലം കുലം ഗ്രന്ഥാത്മനേന ലോകോയം വേലേന വിനശ്യതി. ഭാഗവതം ക്ലാസ്സിനാണ്. ഇത്ര കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ഒരു ക്ലാസ്സിലാണ്. യദി അസംഹൃത്യ ദൃപ്താനാം യദൂനാം വിപുലം കുലം. അഹങ്കാരികളായ യാദവന്മാരുടെ വിപുലമായ കുലത്തെ അസംഹൃത്യ സംഹരിക്കാതെ ഗന്ധാസ്മി യതി ഞാൻ പോയാൽ അനേന ലോകോയം ഉദ്വേലേന വിനക്ഷതി. ഈ കുലം കൊണ്ട് ലോകത്തെ മുഴുവൻ യദുകുലം നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പാണ്. ഉദ്വേലം കര തെറ്റിപ്പോവുക, മര്യാദ വിട്ടുപോവുക, വഴി വിട്ടുപോവുക എന്നർത്ഥം. അതുകൊണ്ട് അഹങ്കാരികളായ ഇവരുടെ വംശത്തെ കൂടി നശിപ്പിക്കാതെ ഞാൻ ഈ ലോകം ഉപേക്ഷിച്ചു പോയാൽ അത് വിവേകമില്ലാത്ത എന്റെ പ്രവൃത്തിയാവും. അതുകൊണ്ട് ഈ ആദവകുലത്തെ കൂടി നശിപ്പിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. യദ്യസംഹൃത്യദത്താനാം യദൂനാം വിപുലം കുലം ഗന്ധാസ്മ്യനേന ലോകോയം ഉദ്വേലേന വിനശ്യതി. യദ്യസംഹൃത്യദത്താനാം യദൂനാം വിപുലം കുലം ഗന്ധാസ്മ്യനേന ലോകോയം ഉദ്വേലേന വിനശ്യതി. ഇദാനിം നാശ ആരബ്ധകുലസ്യ ദ്വിജശാപദാം യാസ്യാമി ഭവനം ബ്രഹ്മന്നെ ഏതുതന്തേ തവാനഖാം. ഇദാനി ഇപ്പോൾ നാശം ആരംഭിച്ചിരിക്കുന്നു. കുലസ്യ നാശ ആരബ്ധ. യദുകുലത്തിന്റെ നാശം തുടങ്ങിയിരിക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു. ദ്വിജശാപത, ബ്രാഹ്മണശാപം കൊണ്ട് യാദവകുലത്തിന്റെ നാശം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. യാസ്യാമി ഭവനം ബ്രഹ്മന്നെ, ഹേ ബ്രഹ്മന്നെ, യാസ്യാമി ഞാൻ പോകുന്നു, ഭവനം ഗൃഹത്തിലേക്ക് പോകുന്നു. ഏതത് അന്തേ തവ അനഘ, ഹേ അനഘ, ഇതിന്റെ അവസാനത്തിൽ തവ ഭവനം യാസ്യാമി, വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ ബ്രഹ്മാവിന്റെ സ്ഥാനമായ സത്യലോകത്തിലേക്ക് വരാം, അതിലേ പോവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വരാൻ ഇത്തിരി തടസ്സമുണ്ട്. യദുകുലത്തിന്റെ നാശം സംഭവിച്ചതിന് ശേഷം ഞാൻ അങ്ങയുടെ സത്യലോകത്തിലേക്ക് വന്നിട്ട് അവിടവും കടന്ന് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകും. അപ്പോൾ ബ്രഹ്മാവിന്റെ സ്ഥാനമായ സത്യലോകത്തിലേക്ക് ഞാൻ എത്തുന്നത് എന്ന് ബ്രഹ്മാവിന് പ്രതിജ്ഞ കൊടുത്ത് യാത്ര അയക്കാം. ഇദാനിം നാശ ആരബ്ധകുലസ്യ ദ്വിജശാപദാം യാസ്യാമി ഭവനം ബ്രഹ്മൻ ഏതദന്തേ തവാനഖാം. ഇദാനിം നാശ ആരബ്ധകുലസ്യ ദ്വിജശാപദാം യാസ്യാമി ഭവനം ബ്രഹ്മൻ ഏതദന്തേ തവാനഖാം. ശ്രീശുഗോപാല ഇത്യുക്തോ ലോകനാഥേന സ്വയം പൂപ്പണിപത്യതാം സഹദേവകരേർദേവ സ്വധാവമപത്യതാം. ഇത്യുക്തോ ലോകനാഥേന, ലോകനാഥനാൽ ഇങ്ങനെ പറയപ്പെട്ടവനായ സ്വയംഭൂ ബ്രഹ്മാവ് താം പ്രണിപത്യ, അവനെ നമസ്കരിച്ചിട്ട് ദേവഗണൈ സഹ, ദേവഗണങ്ങളോടൊപ്പം ദേവ ബ്രഹ്മാവ് സ്വധാമ സമപത്യത,
സ്വന്തം ആസ്ഥാനത്തിലേക്ക് എത്തിച്ചത്. ലോകനാഥനായ ഭഗവാൻ ബ്രഹ്മാവിനോട് ഇക്കരേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ നമസ്കരിച്ചിട്ട് ദേവന്മാരുള്ളപ്പം ബ്രഹ്മാവിന്റെ സ്ഥാനമായ സത്യ ലോകത്തിലേക്ക് തന്നെ ഇത്യുക്തോ ലോകനാഥേന സ്വയംഭൂ പ്രണിപത്യതം മഹദേവഗണേർദേവസ്വധാമ സമപദ്യതാം. ഇത്യുക്തോ ലോകനാഥേന സ്വയംഭൂ പ്രണിപത്യതം മഹദേവഗണേർദേവസ്വധാമ സമപദ്യതാം. അഥ തസ്യാം മഹോത്പാദം ദ്വാരവത്യം സമുദ്ധിതൻ വിലോക്യ ഭഗവാനാഹ യദുവൃദ്ധൻ സമാഗത. അനന്തരം തസ്യാം അവിടെ മഹ ഉത്പാദാൻ ദ്വാരവത്യാം സമുദ്ധിതൻ. തസ്യാം ദ്വാരവത്യാം ആ ദ്വാരകയില് മഹോത്പാദാൻ വലിയ ഉത്പാദങ്ങൾ, നാശസൂചകങ്ങളായ കഷ്ടതകൾ, ഉത്പാദങ്ങൾ, അങ്ങനെയുള്ള മഹോത്പാദങ്ങൾ സമുദ്ധിതാൻ ഉയർന്നു വന്നു, ഉണ്ടായോ. ഇന്നലെ വരെ കാണാത്ത കുറെ ദുരിതങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായി. ദൈവികമായ വിപത്തുകൾ, കൊടുങ്കാറ്റുണ്ടാവുക, സുനാമി ഉണ്ടാവുക, അതിഭയങ്കരമായ മഴയുണ്ടാവുക, കടുത്ത വേനലുണ്ടാവുക, ഇടിമിന്നൽ മാറി മാറി ഉണ്ടാവുക, പ്രകൃതിക്ഷോഭങ്ങൾ ധാരാളം ഉണ്ടാവുക, പകർച്ചവ്യാധി ഉണ്ടാവുക, ഇതൊക്കെ ഉത്പാദങ്ങളാണ്. ഇങ്ങനെയുള്ള മഹത്തായ ഉത്പാദങ്ങൾ ദ്വാരകയിൽ പൊങ്ങി വന്നു. വിലോക്യ അത് കണ്ടിട്ട് ഭഗവാൻ പറഞ്ഞു, യദുവൃദ്ധൻ സമാഗതൻ. തന്റെ അടുത്തേക്ക് വന്ന യാദവ വൃദ്ധന്മാരിൽ ചിലരോട് ഭഗവാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് ഇനി അടുത്ത ശ്ലോകത്തിൽ വരികയാണ്. അഥ തസ്യം മഹോത്പാദം ദ്വാരവത്യം സമുദ്ധിതൻ വിലോക്യ ഭഗവാനാഹ യദുവൃദ്ധൻ സമാഗതൻ. അഥ തസ്യം മഹോത്പാദം ദ്വാരവത്യം സമുദ്ധിതൻ വിലോക്യ ഭഗവാനാഹ യദുവൃദ്ധൻ സമാഗതൻ. ശ്രീ ഭഗവാനുവാച ഏതേ വൈ സുമഹോത്പാദാഃ വിത്തിഷ്ഠന്തീഹ സർവദാം ശാപശ്ച നകുലഭ്യോ ദുരത്യയാം. ഏതേ വൈ ഇവകൾ തീർച്ചയായിട്ടും സുമഹോത്പാദാഃ ഏറ്റവും വലിയ നാശസൂചകങ്ങളാണ് ഇവയൊക്കെ. വിത്തിഷ്ഠന്തീഹ സർവതഃ, വിത്തിഷ്ഠന്തി ഉണ്ടാകുന്നു, ഉത്ഭവിക്കുന്നു. സർവതഃ എല്ലായിടത്തു നിന്നും ഉത്ഭവിക്കുന്ന ഈ മഹോത്പാദങ്ങൾ ശാപശ്ച നകുലഭ്യാഫീ ബ്രാഹ്മണേഭ്യോ ദുരത്യ, ദുരത്യ തടുക്കാനാവാത്ത, അതിക്രമിക്കാൻ പറ്റാത്ത ബ്രാഹ്മണ ശാപം ഈ കുലത്തിനുണ്ട് എന്നുള്ളത് ഇപ്പോൾ സ്പഷ്ടമാവുകയായി. അതുകൊണ്ടാണ് ശാപം എന്ത് കിട്ടിയാലും എങ്ങനായാലും അനുഭവിച്ചു തരുന്നേ പറ്റുള്ളൂ. യദുകുലത്തിനുണ്ടായ ഈ ബ്രാഹ്മണ ശാപത്തെ ഇപ്പോൾ ഇതാ അനുഭവിക്കാൻ പോകുന്നു. അതിന്റെ സൂചകങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഏതേവൈ സുമഹോത്പാദാവിഷ്ടന്തീഹ സർവദാം ശാപശ്ച നകുലഭ്യാഫീത് ബ്രാഹ്മണേഭ്യോ ദുരത്യയാം. ഏതേവൈ സുമഹോത്പാദാവിഷ്ടന്തീഹ സർവദാം ശാപശ്ച നകുലഭ്യാഫീത് ബ്രാഹ്മണേഭ്യോ ദുരത്യയാം. നവാസ്തവ്യമിഹാത്മാഭ്യ ജിജീവിഷുഭിര ഐക്യകാഹ പ്രഭാസം സുമഹത്പുണ്യം യാസ്യാമോത്തീവമാചിരം. നവാസ്തവ്യം, ഇവിടെ വസിക്കരുത്, ഇവിടെ താമസിക്കരുത്. നവാസ്തവ്യം ഇഹ ഇവിടെ, അസ്മാഭിഹി നമ്മാൽ, ജിജീവിഷുഭിഹി ഐക്യകാഹ ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ള അല്ലയോ ആര്യന്മാരെ, ശ്രേഷ്ഠന്മാരെ, ഇനിയും ആർക്കെങ്കിലും മുമ്പോട്ട് ജീവിതം കുറെ കാലം കൊണ്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടം വിട്ടുപോകണം. വാസ്തവ്യമാണ്, ഇവിടെ താമസിക്കരുത്. എങ്ങോട്ടാ പോകേണ്ടത്? പ്രഭാസം സുമഹത് പുണ്യം. പ്രഭാസം എന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥലമുണ്ട്.
ദ്വാരകയിൽ മരിക്കുന്നവർക്ക് മോക്ഷം കൊടുക്കാനുള്ള സ്ഥലമാണ് പ്രഭാസതീർത്ഥം. അതുകൊണ്ട് യാദവന്മാരെ ഭഗവാൻ പ്രഭാസതീർത്ഥത്തേക്ക് കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് മോക്ഷം കിട്ടുന്ന സ്ഥലമാണ്. യാദവന്മാര് ദേവാംശ സംഭവന്മാരാണ്. അവരുടെ അധികാര സ്ഥലത്തേക്ക് അവർ പോകണം. അപ്പൊ അവർക്ക് പെട്ടെന്ന് സദ്യവും മോക്ഷം അവർക്ക് പാടില്ല. ദ്വാരകയിൽ മരിക്കുന്നവർക്ക് മോക്ഷമാണ് ഫലം. അതല്ലാതെ പ്രഭാസതത്വത്തിൽ മരിക്കുന്നവർക്ക് അഭ്യുദയം കിട്ടും, ലൗകിക അഭ്യുദയം കിട്ടും. അതുകൊണ്ട് ഭഗവാൻ അവരെ പ്രഭാസതത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. പ്രഭാസം സുമഹത് പുണ്യം യാസ്യാമോ പോവാം അദ്യൈവ എന്ന് തന്നെ മാചിരം താമസിക്കുന്നു. നവസ്തംഭ്യമിഹാസ്മാഭി ജീവിഷുഭിരാജ്യകാ പ്രഭാസം സുമഹത് പുണ്യം യാസ്യാമോദ്യൈവ മാചിരം. കിട്ടുന്നത് എന്താ ആഗ്രഹിക്കാത്ത? ഏതാ മുക്തിക്ക് എന്താ ആഗ്രഹിക്കാത്തത്? മുക്തി കഴിഞ്ഞ് കേട്ട് ഒരവസ്ഥ കൂടിയുണ്ട്, ലയം എന്നൊരവസ്ഥയുണ്ട്. മുക്തി കൊണ്ട് മോക്ഷം പ്രാപിച്ച് വൈകുണ്ഠത്തിൽ ചെന്ന് നിൽക്കാം. അത് സായുജ്യമാവില്ല. 4 തരത്തിൽ മുക്തിയുണ്ട്. സാരൂപ്യമുണ്ട്, ഫാലോക്യുണ്ട്. അതിൽ സായുജ്യമാണ് ലയം. അതിലേക്കാണ് എത്തേണ്ടത്. അതെത്താൻ തടസ്സമാകും. 4 തരത്തിലാണ് മുക്തിയുള്ളത്. ഒന്ന് വൈകുണ്ഠ ലോകത്തെ കാണാം, ഒന്ന് വൈകുണ്ഠ ലോകത്തിന്റെ അടുക്കലെത്താം, ഒന്ന് വൈകുണ്ഠ ലോകത്തിൽ ചെന്ന് വിഷ്ണുരൂപികളായിട്ട് ചുറ്റും നിൽക്കാം, പിന്നൊന്നാണ് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന് തിരിച്ച് അറിയാത്തത്. അതാണ് ലയം. അതുകൊണ്ടാണ് ഭാഗവതത്തിന് 12 സ്കന്ധം കൂടി വേണ്ടി വന്നതുകൊണ്ടാണ്. ഏകാദശം കൊണ്ട് തീരാവുന്നതല്ലേ മുക്തി. 12 വിഷയം ആശ്രയമാണ്, ലയമാണ്. അപ്പോഴത് പൂർണ്ണമാവുകയുള്ളൂ. അല്ല, ഇവിടെ ദ്വാരകയിൽ വസിച്ചാല് മുക്തി, സദ്യമുക്തി കിട്ടുമെന്നല്ലേ പറഞ്ഞേ? അതെ, ഇവർക്കതായിട്ടില്ല. അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല, യോഗ്യത ആയിട്ടില്ല. അതുകൊണ്ട് അവരെഴുന്ന് മാറ്റി. അതുകൊണ്ടാണ്. ഓക്കെ, ശരി ശരി ശരി. കാരണം അവര് ഗർവിഷ്ഠരാണ്, അഹംഭാവികളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, ശരി, മനസ്സിലായി. നമസ്തംജമിഹാസ്പാധീവിഷുഭിരാജ്യകാം പ്രഭാസം സുമഹത് പുണ്യം യാസ്യാമോത്തീവ മാചിരം. എത്ര സ്നത്വാ ദക്ഷശാപാത് ഗൃഹീതോ ലക്ഷ്മണോ വിരാട് വിമുക്ത കിൽബിഷാത് സത്യോ ഭേജേ പൂയ കലോദയം. എത്ര സ്നാത്വാ, ആ പ്രഭാസ തീർത്ഥം പുണ്യസ്ഥലമായതുകൊണ്ട് അവിടെ സ്നാനം ചെയ്താൽ എങ്ങനെയാണ് ശുദ്ധനായിത്തീരുന്നത്? ദക്ഷശാപാത് ഗൃഹീതോ യക്ഷ്മണ ഗുരാട്. ദക്ഷന്റെ ശാപം കൊണ്ട്, യക്ഷ്മണ എന്ന് വെച്ചാൽ ക്ഷയരോഗത്തിന്റെ പേരാണ് യക്ഷ്മ എന്നുള്ളത്. ഉടുരാട് ചന്ദ്രൻ. ദക്ഷന്റെ ശാപം കൊണ്ടാണ് ചന്ദ്രന് ക്ഷയമുണ്ടായത്. ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് ക്ഷയിച്ചു പോകാൻ അന്ന് ദക്ഷന്റെ ശാപമാണ് കാരണമായത്. പിന്നീട് ശാപമോക്ഷം കൊടുത്തിട്ട് അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. പരിഹാരം, ക്ഷയിച്ചു പോയെന്നൊക്കെ വീണ്ടും തിരിച്ചു വരും. അടുത്ത പക്ഷത്ത് ഈ നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു വരും. ഇതാണ് ചന്ദ്രന്റെ അവസ്ഥ. അപ്പൊ പണ്ട് ദക്ഷശാപം കൊണ്ട് ക്ഷയരോഗം ബാധിച്ചവനായ ചന്ദ്രനും ഇതിൽ വന്നൊന്ന് മുങ്ങിക്കുളിച്ചപ്പോഴാണ് പരിശുദ്ധനായത്. എത്ര സ്നാത്വ, ഈ പ്രഭാസത്തിൽ കുളിച്ചിട്ടാണ് ഉടുരാട് ചന്ദ്രൻ യക്ഷ്മണ ലക്ഷശാപാത് ഗൃഹീത. ലക്ഷശാപം കൊണ്ട് കിട്ടിയ ആ ശാപത്തിൽ നിന്ന്
വിമുക്തനായത്. വിമുക്ത കിൽബിഷാദ്, വിമുക്തനായി. കിൽബിഷാദ് സദ്യോ ഭേജേ ഭൂയക്കലോദയം. കലകളുടെ അഭിവൃദ്ധിയെ ചന്ദ്രൻ വീണ്ടും പ്രാപിച്ചു. ഭൂയ കലോദയം ഭേജെ, വീണ്ടും ഓരോ കലകൾ ഉദിച്ചു വന്നു. കിൽബിഷാദ് വിമുക്ത, പാപത്തിൽ നിന്നും വിമുക്തനായപ്പോൾ. ഏത് വലിയ മഹാപാപങ്ങൾ ചെയ്താലും ഈ തീർത്ഥത്തിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ അത് ശാന്തമായി തീരും. ഉദാഹരണം ചന്ദ്രനെ കാണിച്ചു. എത്ര സ്നത്വാ ദക്ഷശാപാത് ഗൃഹീതോയ യക്ഷ്മണോടുരാൻ വിമുക്ത കിൽബിഷാദ് സദ്യോ ഏജേ ഭൂയക്കലോദയം. എത്ര സ്നത്വാ ദക്ഷശാപാത് ഗൃഹീതോ യക്ഷ്മണോടുരാൻ വിമുക്ത കിൽബിഷാദ് സദ്യോ ഭേജേ ഭൂയക്കലോദയം. വയം ച തസ്മിന്നാപ്തത്യാ തർപ്പയിത്വാ പിതॄൻ സുരാൻ ഭോജയിത്വോഷിജോ വിപ്രാൻ നാനാഗുണവതാം തസാം. വയം ച, നമ്മളും, തസ്മിന്നാപ്തത്യ, അതിൽ മുങ്ങിയിട്ട്, തർപ്പയിത്വ, തർപ്പണം ചെയ്തിട്ട്, പിതൃൻ, പിതൃക്കളെ തർപ്പണം ചെയ്തിട്ട്, സുരാൻ, ദേവന്മാരെ തർപ്പണം ചെയ്തിട്ട്, ഭോജയിത്വ, ഭുജിപ്പിച്ചിട്ട്, ഉഷിജഹ, യോഗ്യന്മാരായ, ഭോജയിത്വ ഉഷിജഹ, ഭോജയിത്വോഷിജ, ഉഷിജൻ വേണ്ട വിധത്തിൽ യോഗ്യത അനുസരിച്ച് ജനിച്ചു വന്നവൻ എന്നാണ്. അങ്ങനെയുള്ള വിപ്രന്മാരെ ഭുജിപ്പിച്ചിട്ട്, നാനാഗുണവത അന്ധസ, നാനാതരത്തിൽ ഗുണമുള്ള അന്ധസ, അന്ധസ് അന്നം, അന്തസല്ല അന്ധസ, നായും ധായുമാണ്. അന്തസും അന്ധസും രണ്ടു വാക്കാം. പല ഗുണങ്ങൾ, ഷഡ്ഗുണങ്ങളുള്ള, ഷഡ്രസങ്ങളുള്ള അന്നം അവർക്ക് കൊടുത്ത്, അവരെ ബ്രാഹ്മണർക്ക് ഭോജനം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചിട്ട്, തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയ ഉക്ത്വാ മഹാന്തി വൈ വൃജനാനി തരിഷ്യാമോ ദാനേ നൗഭിരിവർണവ. അവർക്ക് ദാനങ്ങൾ ചെയ്തിട്ട്, യോഗ്യമായ അവരുടെ പാത്രങ്ങളിൽ അവരിൽ ദാനം ചെയ്തിട്ട്, ശ്രദ്ധയാ ഉക്ത്വ, വളരെ ശ്രദ്ധയോടുകൂടി, ഉക്ത്വ വിതച്ചിട്ട്, വ്രജിനാനി തരിഷ്യാം, പാവങ്ങളെ തരണം ചെയ്യാം, ദാനൈഹി, ദാനങ്ങളെ കൊണ്ട്, നൗഭിഹി ഇവ ആത്മവ, വള്ളം കൊണ്ട് സമുദ്രം കടക്കുന്നത് പോലെ. അതുകൊണ്ട് നമ്മള് അതിൽ ചെന്ന് മുങ്ങിക്കുളിച്ച് തർപ്പണം ചെയ്ത് യോഗ്യരായ ബ്രാഹ്മണരെ വേണ്ട വിധത്തിൽ അന്നം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ട്, ആ ഫൽപാത്രങ്ങൾ ദാനം ചെയ്തിട്ട്, ശ്രദ്ധയോടുകൂടി ദാനം ചെയ്തിട്ട്, മഹത്തായ ദാനം ചെയ്തിട്ട് നമ്മുടെ പാപത്തെ തരണം ചെയ്യാം. ഏതുപോലെ വള്ളം കൊണ്ട് സമുദ്രം അക്കരെ കിടക്കും. യോഗ്യരായ ബ്രാഹ്മണർക്ക് വേണം ദാനം ചെയ്യാൻ, ശ്രദ്ധയോടെ ചെയ്യാൻ വേണം ദാനം. നല്ല വിത്ത്, ഉക്ത്വാന്ന് വെച്ചാൽ വിതച്ചിട്ടെന്നാണ്. നല്ല വിത്ത് യോഗ്യമായ സ്ഥലത്ത് വിതച്ചാൽ മാത്രമേ അതുകൊണ്ടുള്ള ഫലം കിട്ടുകയുള്ളൂ. യോഗ്യരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് എന്ന് കാണിക്കാനാണ്. നല്ല വിത്താണ്, പക്ഷെ അതൊരു പാറപ്പുറത്ത് കൊണ്ട് വിതയ്ക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകുക. കാരണം എന്താണ്? ആ വിത്തിനെ മുളപ്പിക്കാൻ യോഗ്യതയുള്ള സ്ഥലമല്ല. അതുകൊണ്ട് നല്ല വിത്തായിരിക്കണം,
അത് ഫലം കിട്ടാൻ യോഗ്യമായ സ്ഥലത്ത്, ജലാംശമുള്ള സ്ഥലത്ത് അത് വേണ്ട വിധത്തിൽ ഉഴുതുമറിച്ച് അവിടെ ആണ് വിതയ്ക്കുന്നതെങ്കിൽ ഫലം അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് യോഗ്യരായ ബ്രാഹ്മണരിൽ വേണം ദാനം ചെയ്യാൻ എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദാനം കൊണ്ട് അക്കരെ കടക്കാൻ പറ്റുള്ളൂ. സംസാര സമുദ്രം അക്കരെ കടക്കണമെങ്കിൽ ഇതേ പറ്റും. സമുദ്രം അക്കരെ കടക്കാൻ കപ്പൽ ഉപയോഗിക്കുന്ന പോലെ യോഗ്യരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് ആ ദാനമാകുന്ന കപ്പലിൽ കൂടി വേണം അപ്പുറത്ത് കിടക്കാൻ. ഇത്രയൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ. തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയോക്ത്വാ മഹന്തി വൈ വ്രജനാനി ധരിഷ്യാമോ ദാനേർനൗഭിരിവാർണവം വയം യസ്മിന്നാപ്ലുത്യാ തർപ്പയിത്വാ വിതൃൻഫുരാൻ ഭോജയിത്വോഷിജോ വിപ്രാൻ നാനാഗുണവതന്ധഫാം തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയോക്ത്വാ മഹന്തി വൈ വ്രജനാനി ധരിഷ്യാമോ ദാനേർനൗഭിരിവാർണവം വയം തസ്മിന്നാപ്ലുത്യാ തർപ്പയിത്വാ വിതൃൻഫുരാൻ ഭോജയിത്വോഷിജോ വിപ്രാൻ നാനാഗുണവതന്ധഫാം തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയോക്ത്വാ മഹാന്തി വൈ വദിനാനി ധരിഷ്യാമോ ദാനേർനൗഭിരിവാർണവം. ഈ ശ്രീശുകൻ ബാക്കി കഥ പറയുന്നു. ഏവം ഭഗവതാദിഷ്ടായ അഥവാകുലനന്ദനാം ഗന്ധും കൃതധിയസ്തീർത്ഥം ക്ഷതനാൻ സമയൂജൻ. ഏവം ഭഗവതാദിഷ്ട, ഇങ്ങനെ ഭഗവാനാൽ പറയപ്പെട്ട യാദവന്മാർ, ഹേ കുലനന്ദന, ഗന്ധും പോകുന്നതിന് വേണ്ടി കൃതധിയ ബുദ്ധിയിൽ ഉറച്ചിട്ട്, തീർത്ഥം ഗന്ധും പ്രഭാസത്തിലേക്ക് പോകാൻ വേണ്ടി ഉറപ്പിച്ചിട്ട്, ചന്ദനാൻ തേരുകളെ സമയൂജൻ കൂട്ടിച്ചു, തേരുകളെ യോജിപ്പിച്ചു. അതിന് ചക്രവും ഒക്കെ 4 വഴിക്കാണ്. പോകാറാവുമ്പോൾ ഇതിൽ എടുത്ത് കൂട്ടിച്ചേർത്ത് അതിൽ കയറിയാണ് പോവുക. അങ്ങനെ വാഹനങ്ങളൊക്കെ യാത്രയ്ക്കുള്ള വാഹനങ്ങളൊക്കെ തയ്യാറാക്കി ഇവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം താമസിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് ഇവരെല്ലാം പോകാൻ തയ്യാറായി. ഏവം ഭഗവതാധിഷ്ഠായ അഥവാ കുലനന്ദനാഗന്ധം തീർത്ഥം ചന്ദനാൻ സമയൂജൻ. ഏവം ഭഗവതാധിഷ്ഠായ അഥവാ കുലനന്ദന ഗന്ധും തീർത്ഥം ചന്ദനാൻ സമയൂജൻ. തന്നിരീക്ഷോക്തവോ രാജൻ ശ്രുത്വാ ഭഗവതോദിതം ദൃഷ്ട്വാ അരിഷ്ടാനി ഘോരാണി നിത്യം കൃഷ്ണമനൂവൃതാം. തന്നിരീക്ഷ്യ ഉദ്ധവ, അത് കണ്ടിട്ട് ഉദ്ധവൻ, ഹേ രാജൻ അല്ലെങ്കിൽ രാജാവേ, ഭഗവതോദിതം ശ്രുത്വ, ഭഗവാനാൽ പറയപ്പെട്ടത് കേട്ടിട്ട്, ദൃഷ്ട്വാ അരിഷ്ടാനി ഘോരാൻ, ഘോരങ്ങളായ അരിഷ്ടതകളെ കഷ്ടതകളെയും കണ്ടിട്ട്, നിത്യം കൃഷ്ണമനോവൃത, എന്നും കൃഷ്ണനെ പിന്തുടർന്ന് സഞ്ചരിച്ചു പോകുന്ന, വിട്ടുപിരിയാതെ കൃഷ്ണന്റെ കൂടെ ഒരുമിച്ച് സഞ്ചരിച്ചു പോകുന്നവനായ ഉദ്ധവൻ ഈ അതിഭയങ്കരങ്ങളായ ആപത്തുകളുടെ സൂചനകൾ കാണുകയും ഭഗവാൻ പറഞ്ഞത് കേൾക്കുകയും യാദവന്മാർ പ്രഭാസത്തിലേക്ക് പോകാൻ പുറപ്പെടുകയും ഒക്കെ ചെയ്ത് കണ്ടിട്ട് ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ധവരെ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. വിവിക്ത ഉപസംഗമ്യ ജഗദാമീശ്വരേശ്വരം പ്രണമ്യ ശിരസാപാദോ പ്രജ്വലിപ്തമഭാഷത. വിവിക്ത, ഒരു ഏകാന്ത സ്ഥലത്ത് ചെന്നിരുന്ന് ഉപസംഗമ്യ, അടുക്കലെത്തിയിട്ട്, ജഗദാമധീശ്വരേശ്വരം, ജഗത്തിന്റെ അധീശ്വരനായ ആ ഈശ്വരനായ ഭഗവാന്റെ അടുക്കൽ ചെന്നിട്ട് പ്രണമ്യ ശിരസ, തലകുനിച്ച് നമസ്കരിച്ചിട്ട്, പാദങ്ങൾ നമസ്കരിച്ചിട്ട്, പ്രാഞ്ജലി 2 കൈ കൂട്ടിക്കൊണ്ട് തം അഭാഷത, അവനോട് പറഞ്ഞു. 2 ശ്ലോകത്തിലാണ് ഉദ്ധവരുടെ പറച്ചിലുണ്ട്. രണ്ടും
ഒന്ന് ചേർത്ത് പറയാം. ഇതൊക്കെ കണ്ടപ്പോ ഉദ്ധവർക്ക് എന്തോ ഒരാശങ്ക. യാദവ കുലത്തിലേക്ക് കടുത്ത ആപത്തുകൾ വരുന്നു. അങ്ങനെ വന്നാൽ ഇവിടം വിട്ട് മറ്റൊരിടത്ത് പോകണം. ഇത് പ്രഭാസതീർത്ഥമാണ്, മോക്ഷത്തിന് യോഗ്യമായ സ്ഥലം, എന്തൊക്കെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഉദ്ധവർക്ക് എന്തോ ഒരാശങ്ക. ഈ ഭഗവാന്റെ വാക്ക് കേൾക്കുകയും അപ്പൊ തന്നെ കുറെ അരിഷ്ടബാധകൾ ഒക്കെ അവിടെ ഉണ്ടായതും കണ്ടിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന കൃഷ്ണനിടക്കിലേക്ക് ചെന്ന് പാദ നമസ്കാരം ചെയ്ത് 2 കൈ കൂപ്പിക്കൊണ്ട് ഉദ്ധവർ ഇങ്ങനെ പറഞ്ഞു: തന്നിരീക്ഷ്യുദ്ധവോ രാജൻ സ്വത്വാ ഭഗവതോദിതം ദൃഷ്ട്വാ അരിഷ്ടാനി ഘോരാണി നിത്യം കൃഷ്ണമണൂവൃതാം വിവിക്ത ഉപസംഗമ്യ ജഗതാം ഈശ്വരേശ്വരം പണം മിശ്രഭാവാദോ പ്രാജലിപ്തമഭാഷതാം തന്നിരീക്ഷ്യുദ്ധവോ രാജൻ സ്വത്വാ ഭഗവതോദിതം ദൃഷ്ട്വാ അരിഷ്ടാനി ഘോരാണി നിത്യം കൃഷ്ണമനോവൃതാം വിവിക്ത ഉപസംഗമ്യ ജഗതാം ഈശ്വരേശ്വരം പ്രണം മിശ്രഭാപാദോ പ്രാജലിപ്തമഭാഷതാം. ഈ ഉദ്ധവന്റെ വാക്കാണ്. ദേവദേവേശാം യോഗേശ പുണ്യശ്രവണകീർത്തനാം സംവൃത്യൈതത്പുരം നൂനം ലോകം സത്യക്ഷതേ ഭവാൻ വിപ്രശാമം സമർത്ഥോപി പ്രത്യഹന്ന യതീശ്വരാം. ദേവദേവേശ, ദേവന്മാർക്കും ബ്രഹ്മാദികളായ ആ മൂർത്തികൾക്കും ഈശ്വരനായിരിക്കുന്നു. ദേവന്മാരുടെയും ദേവനായ ബ്രഹ്മാവിന്റെയും ഈശ്വരനായിരിക്കുന്നവനെ യോഗീശ, സകല യോഗങ്ങൾക്കും ഫലം നൽകുന്നവനായ ഭഗവൻ, പുണ്യശ്രവണ കീർത്തന, കേൾക്കുന്നവർക്ക് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്ന കീർത്തനത്തോടു കൂടിയവൻ, പുണ്യശ്രവണ കീർത്തനം. ഈ 3 സംഭവത്തിനെയാണ് ദേവദേവേശ, യോഗേശ, പുണ്യശ്രവണ കീർത്തന സംഹൃത്യ ഏതത് കുലം. ഈ യദുകുലത്തെ സംഹരിച്ചിട്ട് നൂനം നിശ്ചയമായിട്ടും ലോകം സംരക്ഷിതയും. അങ്ങ് ഈ ലോകം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സാഹിത്യം എനിക്ക് മനസ്സിലായി. വിപ്രശാപം സമർത്ഥവും. വിപ്രന്റെ ശാപം സമർത്ഥമാണ് എങ്കിൽ പോലും എന്താ പ്രത്യഹൻ ഇത് ഈശ്വര. ബ്രാഹ്മണശാപത്തെ പ്രത്യഹൻ ന പ്രത്യഹൻ, അതിനെ നശിപ്പിച്ചില്ല എന്നതുകൊണ്ട് ഈ വംശം ഉപസംഹരിച്ചിട്ട് അങ്ങ് ഇവിടെ വിട്ടു പോകാൻ ആഗ്രഹിക്കാവല്ലേ? ഈ ഒരു പേര് ഈ വിപ്രശാപത്തെ പരിഹരിക്കാൻ അങ്ങേക്ക് പറ്റുമായിരുന്നു, പക്ഷെ അങ്ങനെ വേണ്ടി എത്തിച്ചില്ല. അതുകൊണ്ട് ആ ബ്രാഹ്മണശാപത്തെ ഇല്ലായ്മ ചെയ്യാതെ, നശിപ്പിക്കാതെ, അതിന് അസമർത്ഥനായ അങ്ങ് ഉദാസീനായിരിക്കുന്ന കാണുമ്പോൾ ഈ വംശം നശിപ്പിച്ചിട്ട് ലോകം ഉപേക്ഷിക്കാൻ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ദേവദേവേശയോഗേശ പുണ്യശ്രവണകീർത്തനാം സംഹൃത്യൈതത്പുരം നൂനം ലോകം സത്യക്ഷതേ ഭവാൻ വിപ്രശാപം സമർത്ഥോ വിപ്രത്യഹന്ന യതീശ്വര. ദേവദേവേശയോഗേശ പുണ്യശ്രവണകീർത്തനാം സംഹൃത്യൈതത്പുരം നൂനം ലോകം സത്യക്ഷതേ ഭവാൻ വിപ്രശാപം സമർത്ഥോ വിപ്രത്യഹന്ന യതീശ്വര. നാഹം തവംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവാം ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി. തവ അംഘ്രികമലം ക്ഷണാർത്ഥമപി ത്യക്തും അഹം ന ശക്തഃ. ഹേ കേശവ, അങ്ങയുടെ പാദപങ്കജങ്ങൾ അരക്ഷണം പോലും ഉപേക്ഷിക്കാൻ ഞാൻ ശക്തനല്ല. സമുത്സുഹേ, എനിക്കത് സഹിക്കില്ല. ഹേ നാഥ, അതുകൊണ്ട് സ്വധാമ നയമാവി, അങ്ങയുടെ സ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ എന്നെയും കൊടുത്തു പോകണം.
അങ്ങയുടെ സന്തത സഹചാരിയാണ് ഞാൻ. വിട്ടുപിരിയാതെ കൂടെ നിൽക്കുന്ന എന്നെ വിട്ടിട്ട് പോകരുത്. പൊയ്ക്കോളൂ വൈകുണ്ഠത്തിലേക്ക്, പക്ഷെ എന്നെയും കൂടി കൊണ്ടുപോകണം, അത്ര മാത്രം. നാഹം തവംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവാം തെക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. നാഹം തവംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവാം തെക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. തവ വിക്രീഡ്യം കൃഷ്ണ പരമമംഗളം കർമ്മപീയൂഷമാസ്വദ്യാം ത്യജത്യന്യസ്പൃഹാം ജനാം. തവ വിക്രീഡിതം കൃഷ്ണ, ഏ കൃഷ്ണ, അങ്ങയുടെ ഈ ക്രീഡകൾ, ലീലാകർമ്മങ്ങൾ മനുഷ്യർക്ക് പരമമംഗളം, ഏറ്റവും മംഗളദായകം. കർമ്മപീയൂഷം ആസ്വദ്യം, അങ്ങയുടെ ലീലാകർമ്മങ്ങൾ ചെവിക്ക് അമൃതുപോലെ ആസ്വദിച്ചിട്ട് ത്യജതി അന്യസ്പൃഹം ജനങ്ങൾ അന്യസ്പൃഹ, മറ്റു വിഷയങ്ങളുള്ള സ്നേഹത്തെ ത്യജതി, ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ അതിമധുരമായ ഈ കഥ, പരമാനന്ദം അനുഭവിക്കുന്ന ഈ ചരിത്രം കേൾക്കുന്ന സാധാരണ ജനങ്ങൾക്ക് കൂടി മറ്റുള്ള ധനധാന്യപുത്രധാരാദികളായ സമ്പത്തിനോട് വിരക്തി ഉണ്ടായിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് അങ്ങയുടെ കഥയിൽ ആസക്തരായിത്തീരും. അത്രയ്ക്ക് മനോഹരമാണ് അങ്ങയുടെ ഈ ജീവചരിത്ര കഥകൾ. തവ വിക്രീഡിതം കൃഷ്ണനൃഗാം പരമമംഗളം കർമ്മപീയൂഷമാസ്വദ്യത്യജത്യസ്പൃഹാം ജനാം. തവ വിക്രീഡിതം കൃഷ്ണനൃഗാം പരമമംഗളം കർമ്മപീയൂഷമാസ്വദ്യ ത്യജത്യന്യസ്പൃഹാം ജനാം. ശയ്യാസനാടനസ്ഥാന സ്നാനക്രീഡാസനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം പ്രാപ്തിദേമഹി. ശയ്യ, കിടക്കുക, ആസനം, ഇരിക്കുക, അടനം, സഞ്ചരിക്കുക, സ്ഥാനം, ഒരേ സ്ഥാനത്തിരിക്കുക, സ്നാനം, കുളിക്കുക, ക്രീഡ, കളിക്കുക, ആസനം, ഭക്ഷിക്കുക, ഇതിലൊക്കെ ശയ്യ, ആസന, അടന, സ്ഥാന, സ്നാന, ക്രീഡ, അശനാദിഷു ഇവകളിൽ കഥം ത്വാം ആത്മാനം പ്രിയത്വാം, ആത്മസ്വരൂപനായ ഏറ്റവും പ്രിയായിരിക്കുന്ന അങ്ങയെ സേവിക്കുന്നവരായ ഭക്തന്മാരായ ഞങ്ങൾ കഥം ത്യജേമഹി, എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? അങ്ങയുടെ കൂടെ കിടക്കാറുണ്ട്, ഒന്നിച്ചൊരിടത്തിരിക്കാറുണ്ട്, ഒന്നിച്ച് സഞ്ചരിക്കാറുണ്ട്, ഒന്നിച്ച് ഒരേ സ്ഥാനത്തിരുന്ന് സംഭാഷണം ചെയ്യാറുണ്ട്, സ്നാനം ചെയ്യും, ക്രീഡിക്കും, കഴിക്കും. ഇങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് വിട്ടുപിരിഞ്ഞിട്ട് എങ്ങനെയാ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുക? സങ്കല്പിക്കാനേ പറ്റില്ല. ശയ്യാഭനാടനസ്ഥാന സ്നാന ക്രീഡാശരാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹി. ശയ്യാഭനാടനസ്ഥാന സ്നാന ക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹി. സ്വയോപഭുക്തസ്രഗന്ധവാസോലങ്കാരചർച്ചിതാം ഉച്ഛിഷ്ടഭോജിനോ ദാസാസ്തവമായാം ജേമഹി. ത്വയാ ഉപഭുക്തഃ, അങ്ങ് അനുഭവിച്ച സ്രഗ്, മാല, ഗന്ധം, ചന്ദനം, വാസു, വസ്ത്രം, അലങ്കാരങ്ങൾ, അവയുടെ ചേർച്ച, അങ്ങ് അനുഭവിച്ച, അങ്ങ് ചാർത്തിയ മാല, അങ്ങ് ഉപയോഗിച്ച ചന്ദനം, അങ്ങ് ഉപയോഗിച്ച വസ്ത്രം, അങ്ങ് ഉപയോഗിച്ച അലങ്കാരങ്ങൾ, ഇവകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് ഉച്ഛിഷ്ട ഭോജനം അനുഭവിക്കുന്ന ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മായാശക്തിയെ ജയിച്ചോളാം. മായാജയത്തിന്
ഭഗവാന്റെ ഉച്ഛിഷ്ട ഭോജനങ്ങൾ നിർമാല്യം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആ അങ്ങ് നിവേദിച്ചിട്ട് അനുഭവിക്കുന്നത് തന്നെ ശ്രേഷ്ഠം എന്നതുപോലെ ക്ഷേത്രാദി പ്രതിഷ്ഠകളിലെ അത് മഹാന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിർമാല്യ ദർശനത്തിന്റെ ഒരു മഹത്വം ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. ദേവനെ നിവേദിച്ച നിവേദ്യത്തിന്റെ ഉച്ഛിഷ്ടങ്ങൾ നമ്മൾ ഭക്ഷിക്കുമ്പോഴും ദേവനെ അർച്ചിച്ച പൂക്കൾ സ്വീകരിക്കുമ്പോഴും ദേവനിൽ ചാർത്തിയ ചന്ദനം അനുഭവിക്കുമ്പോഴും ദേവന് ചാർത്തിയ മാലകൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ അങ്ങയുടെ മായയെ ജയിക്കാൻ ഇതുകൊണ്ടേ പറ്റുള്ളൂ. മായയെ ജയിക്കാനാണ് ഈ നിർമാല്യ ദർശന ഭോജ്യ അനുഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് ഇവിടെ ബുദ്ധവരാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇതൊന്നും അറിഞ്ഞല്ലെങ്കിൽ നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഭാഗവതം അതിനൊരു തീർപ്പ് കൽപ്പിക്കാം. ത്വയോപഭുക്തഫർഗന്ധവാഫോലങ്കാരചർച്ചിത ഉച്ഛിഷ്ടഭോജിനോദാഫാസ്തവമായം ജയേമഹി. ത്വയോപഭുക്തഫർഗന്ധവാഫോലങ്കാരചർച്ചിത ഉച്ഛിഷ്ടഭോജിനോദാഫാസ്തവമായം ജയേമഹി. വാദാശനാം യർഷയ ശ്രമണ ഊർധ്വമന്ധിന ബ്രഹ്മാഖ്യം ധാമതേ യാന്തി ശാന്ത സന്യാസിനോമലാഹ. വാദാസനാഹ വായുഭക്ഷകന്മാർ, ഋഷയ യാതൊരു ഋഷിമാരാണോ, ശ്രമണാഹ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും, ഊർധ്വമന്ഥിതാഹ രേതസന മുകളിലേക്ക് കൊണ്ടുപോകുന്നവരും സംരക്ഷിക്കുന്നവരും, ബ്രഹ്മാഖ്യം തേ ധാമ ബ്രഹ്മമെന്നിവരുള്ള അങ്ങയുടെ സ്ഥാനത്തേക്ക് ശാന്താഹ യാന്തി ശാന്തരായിട്ട് പോകുന്നു. അമലാഹ സന്യാസിന നിർമ്മലന്മാരായ സന്യാസികൾ. സന്യാസിമാരൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന അങ്ങയുടെ ആ സ്ഥാനം, അവരെ തപസ് ചെയ്ത് കഷ്ടപ്പെട്ട് നേടുന്ന ആ സ്ഥാനം അത് ഞങ്ങൾക്ക് അനായാസേന പ്രാപിക്കാൻ പറ്റണം. അവരത് വായു പോലും വായു മാത്രം ഭക്ഷിച്ച് എപ്പോഴും തപസ് ചെയ്ത് ഊർധ്വമന്ധികളായിട്ടാണ് അവർ ഈ സ്ഥാനം എത്തിയത്. ഞങ്ങൾക്കല്ലാതെ കൊണ്ട് ഈ നിർമാല്യ സേവ കൊണ്ട് തന്നെ ഇത് സാധിക്കാൻ ആവണം. വാദാശനായ ഋഷയശ്രമണാം ഊർധ്വമന്ധിനാം. ആ വാക്ക് വാദാശന എന്നാണോ വാദരശന എന്നാണോ? വാദാശനാണ്. ഒരു ബുക്കിൽ വാദരശന എന്നാ കിടക്കുന്നത്. വാദാശനായ ഋഷയശ്രമണ ഊർധ്വമന്ധിനാം ബ്രഹ്മാഖ്യം ധാമതേ യാന്തി ശാന്താഫന്യാഫിനോമലാം. വയം ത്വിഹ മഹായോഗിൻ ഭ്രമന്തകർമ്മവസ്മസു ത്വദ്വാർത്തയാദരിഷ്യാമസ്താവകൈർദുസ്തരം ദമാം. വയം തു ഇഹ ഞങ്ങളാകട്ടെ ഇവിടെ, ഹേ മഹായോഗിൻ ഭ്രമന്ത ഇവിടെ വട്ടം കറങ്ങുകയാണ്. ഏഴെ കർമ്മവർമ്മസു കർമ്മത്തിന്റെ വഴിയിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ നട്ടം തിരിയുകയാണ്. ഒരു കർമ്മം മറ്റൊരു കർമ്മം ഈ കർമ്മം രാവിലെ മുതൽ രാത്രി തുടങ്ങുന്നിടം വരെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമായ ആയിരക്കണക്കിന് കർമ്മങ്ങൾ ചെയ്ത് ഭ്രമിക്കുക. വാർത്തയാ തരിഷ്യ അങ്ങയുടെ വാർത്ത കൊണ്ട് കഥ കൊണ്ട് അതിനെ തരണം ചെയ്യാൻ താവകൈഹി ദുസ്തരം അങ്ങയുടേതായ ഈ ദുസ്തരമായ മായയെ ഞങ്ങൾ തരണം ചെയ്തു കൊള്ളാം. വയം ത്വിഹ മഹായോഗിൻ ഭവന്തകർമ്മവസ്മസു ത്വദ്വാർത്തയാ ദരിഷ്യാമസ്താവകേതുസ്തരം ദമാം. സ്മരന്ത കീർത്തയന്തസ്തേ കൃതാനി ഗതിദാനി ച ഗത്യുസ്മിതേക്ഷണക്ഷേലി എന്നുള്ള ലോകവിഡംബനം. സ്മരന്ത സ്മരിച്ചുകൊണ്ട്, കീർത്തയന്ത കീർത്തിച്ചുകൊണ്ട്, തേ കൃതാനി ഗതിദാനി അങ്ങ് ഇവിടെ ചെയ്ത ഓരോ സഞ്ചാരങ്ങളും മന്ദഹാസവും നോട്ടവും ഒക്കെ
ഗതി ഉസ്മിത ഈക്ഷണക്ഷേളി. അങ്ങയുടെ ഗതി, അങ്ങയുടെ ഉസ്മിതം മന്ദഹാസം, ക്ഷേളം നേരം പോക്ക് പറയാം, തമാശ പറയുക, ഈക്ഷണം നോക്കുക, ക്ഷേളി ഇത് നിർലോക വിളംബരം. ഇതൊക്കെ മനുഷ്യലോകത്തെ അനുകരിക്കാൻ വേണ്ടി അങ്ങ് കാണിച്ചതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങയുടെ ലീലാകഥകൾ വീണ്ടും വീണ്ടും പാടി പാടി അങ്ങയുടെ ഈ മനുഷ്യനാട്യത്തെ മുഴുവൻ കീർത്തിച്ചുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാരോടൊപ്പം വസിച്ചുകൊണ്ട് ഈ മായയെ കളക്കാൻ ഞങ്ങൾക്ക് കഴിയും, എളുപ്പമാണ്. സ്മരന്ത കീർത്തയന്തസ്തേകൃതാനിഗതിതാനിജാം ഗത്യുസ്മിതയക്ഷണക്ഷേളി എന്നുള്ള ലോകവിടംബനം. സ്മരന്ത കീർത്തയന്തസ്തേകൃതാനിഗതിതാനിജാം ഗത്യുസ്മിതയക്ഷണക്ഷേളി എന്നുള്ള ലോകവിടംബനം. ശ്രീ ശുഗോവാച ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുതാം ഏകാന്തിനം പ്രിയം കൃത്യം ഉദ്ധവം സമഭാഷതാം. ഇങ്ങനെ വിജ്ഞാപിതനായ ഭഗവാൻ, ഈ രാജാവേ, ഉദ്ധവൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവകീസുതനായ ഭഗവാൻ ഏകാന്തിനം പ്രിയം കൃത്യം ഉദ്ധവം, ഏകാന്തതയിലിരിക്കുന്ന പ്രിയപ്പെട്ടവനായ ഭൃത്യനായ ഉദ്ധവനോട് സമാഭാഷത, സംഭാഷണം ആരംഭിച്ചു. അടുത്ത അധ്യായം മുതലാണ് ഉദ്ധവോപദേശം എന്ന പേരിൽ ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്തിനം പ്രിയം ഭൃത്യം ഉദ്ധവം സമഭാഷത. സമയം ആയിരുന്നു, നമുക്ക് ഉപസംഹരിക്കാം. ഏകാദശത്തിലെ അടുത്ത ഉദ്ധവോപദേശത്തിലേക്ക് കിടക്കുകയാണ്. ഇത് കഥയാണ് നമുക്ക് വായിച്ചു വിടാനുണ്ടായിരുന്നത്. ഉപദേശങ്ങൾ നമുക്ക് അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല, ചിലടത്ത് പറ്റും, ചിലർക്ക് പറ്റാതാവും. എന്തായാലും ഇന്ന് ഉപസംഹരിക്കാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം സാർ. 46-ലെ ത്രയോപമുക്ത സ്രഗ്ഗന്ധാ ആ ശ്ലോകം വരുമ്പോ നമുക്ക് മറ്റേ ഈശാവസരത്തില് തേന പുഞ്ചിത അതേ ആശയം തന്നെ, അതേ ആശയമാണല്ലേ? അതേ ആശയം. അത് പറഞ്ഞപ്പോ ഞാനത് ഓർത്തുപോയി. ആണോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. ആ ആശയം തന്നെയല്ലേ? അതന്നെ. ഓക്കെ സാർ, താങ്ക് യു. സംശയങ്ങളുണ്ടെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം സാർ.